നിനക്ക് ഇഷ്ടമാണെങ്കിൽ അമ്മ നിന്നെ സഹായിക്കാൻ ഇവിടെ നിൽക്കട്ടെ. എന്തേ? അമ്മ ആയാലും വർഷമായാലും നല്ല മുഖശ്രീയുള്ള കുട്ടിയാ. നല്ല തറവാട്ടി പറഞ്ഞതിന്റെ ലക്ഷണമുണ്ട്. ഈ കുട്ടിയോട് നിന്നോട്ടെ. വാ മോളെ. അമ്മു ജയിലിൽ വെച്ച് എന്തൊക്കെയോ ജഗൻ എന്നോട് ചോദിച്ചിരുന്നു. ഒന്നിനൊരു മറുപടി പറയാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല. ജഗൻ എന്താ പറഞ്ഞത്? മനഃപൂർവ്വം കൊന്നതല്ല. എന്റെ അശ്രദ്ധ മൂലം സംഭവിച്ച അപകടത്തിലാണ് അത് സംഭവിച്ചത്. അച്ഛൻ പറഞ്ഞതാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അല്ലാതെ ആ അപകടത്തെക്കുറിച്ച് എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ഒരുപക്ഷെ എന്റെ കാറടിച്ചായിരിക്കില്ല അവർക്ക് മരണം സംഭവിച്ചിരിക്കുക. എല്ലാം ദൈവത്തിന് മാത്രമേ അറിയൂ. ഞാൻ ബോധപൂർവ്വം ആരെയും വണ്ടിയിടിച്ച് കൊന്നിട്ടില്ല. ഇതാണ് സത്യം. ഒരുപക്ഷെ ജഗൻ പറഞ്ഞതൊക്കെ സത്യമായിരിക്കും. കുറ്റം സ്വയം ഏറ്റെടുത്ത് ജയിലിൽ പോയ ജഗന് എന്നോട് കള്ളം പറയേണ്ട ആവശ്യം എന്താ? അങ്ങനൊരു സംശയം ജഗൻ പറഞ്ഞത് ആലോചിക്കേണ്ട കാര്യം തന്നെ. ജഗന്റെ വണ്ടി രാജീവ് സാറിന്റെ വണ്ടിയിൽ ശക്തിയായി ഇടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇടിയിൽ ജഗന് മാരകമായ പരിക്ക് പറ്റണമല്ലോ. അത് സംഭവിച്ചില്ലല്ലോ. അപ്പോ ജഗൻ പറയുന്നതിലും കഴമ്പില്ലാതില്ല. ജഗൻ നിരപരാധിയാണെന്ന് വിനുവേട്ടനും തറപ്പിച്ചു പറയുന്നു. എന്തോ ചതി നടന്നിട്ടുണ്ടെന്നാണ് സുമലതാമ്മയും പറയുന്നത്. ജഗൻ നിരപരാധിയാണോ? എന്താമോ അറിയൂ ഇവനെ? ഇല്ല. എന്നാ ഇതാരാണെന്ന് ഞാൻ പറയാം. ആരാ? ഞങ്ങളുടെ ഒരേ ഒരു മകൻ ശ്യാം. എന്നിട്ടിപ്പോ അമ്മയുടെ മോനെവിടെ? ഒരു ബിസിനസ് മീറ്റിംഗിനായി ബാംഗ്ലൂർ പോയിരിക്കുക. ഏതായാലും നീ അകത്തേക്ക് ചെല്ലേ, ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. മാനത്തെ കൊട്ടാരം